എങ്ങനെയുണ്ട് പ്രതിയുടെ കണ്ടീഷൻ? അവനിവിടെ പോലീസുകാരോട് അവന്റെ സത്യസന്ധയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പിന്നെ ദൈവത്തെ കൈവച്ചിട്ടില്ല. പറഞ്ഞിട്ട് മതിയെന്ന് മാഡം പറഞ്ഞല്ലോ. അവന് ഞാൻ അനുവദിച്ച സമയം കഴിഞ്ഞു. ഇനി നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോ. മാഡം തല്ലി ചതച്ചേക്ക് കേട്ടോ. ഒരു ദൈവവും കാണിക്കണ്ട. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ട് മാത്രം മതി. ഓക്കെ മാഡം. പിന്നെ ഈ മനുഷ്യാവകാശ ലംഘനം എന്നൊക്കെ പറഞ്ഞ് വേറെ എന്തെങ്കിലും പരാതി എൻ്റെ തലയ്ക്ക് മുകളിൽ വന്നാൽ? നിങ്ങൾ അതൊന്നും പേടിക്കണ്ട. മുകളിൽ നിന്നുള്ള ഒരു പരാതിയും നിങ്ങൾക്ക് നേരെ ഉണ്ടാവില്ല. അതൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തോളാം. രാത്രി ക്വാർട്ടേഴ്സിൽ വിജയ് നിങ്ങളെ കാണാൻ വരും. നിങ്ങൾക്കുള്ള സമ്മാനം വിജയ് കൊണ്ടുവരും. എങ്കിൽ പിന്നെ ഓക്കെ മാഡം. എല്ലാം നുറുങ്ങണം. അവന്റെ ഭാര്യ അവനെ വിളിക്കും. അവന്റെ ഫോൺ ഓൺ ചെയ്ത് അവന്റെ കരച്ചില് അവളെ നിങ്ങൾ കേൾപ്പിക്കണം. എങ്കിലേ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കൂ. ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ച ഒരു വിട്ടുവീഴ്ചയില്ലാതെ അത് ഞാൻ ചെയ്തോളാം മാഡം. അവന്റെ കരച്ചിൽ കേട്ട് അവൾക്ക് ഭ്രാന്ത് പിടിച്ചോളൂ. എന്നാ ശരി മാഡം. ഇവനെ താവത്ത് കൂടെ ചെല്ലടോ. സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ മിണ്ടരുത്. ഇനി നിന്റെ ശബ്ദം പുറത്തിയാക്കരുത്. ഞാൻ പറയുന്നത് സത്യ സാറേ. ഒന്ന് തോർത്ത് വിട്. ഇവൻ എന്തിനു കിട്ടുന്നു ഞാൻ വിളിക്കുന്നു. ആരതി, ഞാൻ പറയുന്നെന്ന് കേൾക്ക്. ഈ രാത്രി ഇനി നമ്മളെ സഹായിക്കാൻ ആരുമില്ല. പത്മ മാഡം പറയുന്ന വാക്ക് കേട്ടില്ലെങ്കിൽ അവർ നമ്മളെ ചതിക്കും. എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നന്ദിനി. എന്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ മാറില്ല. എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല. വിവേക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയേ പറ്റൂ. ഞാനും വിവേകം ഒറ്റപ്പെടുമ്പോ ഞങ്ങൾക്കൊരു താങ്ങും തണലും ആയത് ഏട്ടനാ. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നീയാ. ഞങ്ങളുടെ കൂടെപ്പിറപ്പിനെ പോലെ. ഈ സങ്കടം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അനുഭവിക്കാം. രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഓടി നടന്നിട്ടുണ്ടാവുമെന്ന് വിവേകിനറിയാം. സാധിക്കാതെ പോയതിൽ വിവേക് ഒരു പരാതിയും പറയില്ല. ഇത്രയും നേരം ഇവര് നിന്നെ ഇടിച്ചിഞ്ച പരുവാക്കി. എന്നിട്ടും നിന്റെ വായിൽ നിന്നൊന്നും പുറത്തു വന്നില്ല. ഇനി ഞാൻ നിന്നെ കൊണ്ട് സത്യം പറയിക്കാൻ പോവാ. എടാ, ആ പണം നീ എന്തിനാ എടുത്തെന്ന് പറഞ്ഞോ? പറഞ്ഞില്ലെങ്കിൽ ഒടിയാത്ത ഒരു എല്ല് പോലും നിന്റെ ശരീരത്തിൽ ബാക്കിയുണ്ടാകും. സാറേ, എന്താ അക്രമാണ് കാണിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല എടുത്തിട്ടില്ല. എനിക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച
ഞാൻ ആ മുറി കയറിയത് ആ ഫയൽ എടുത്തത്. ആഹാ. അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. ഞാനങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവന്റെ ഫോൺ എവിടെ ഇരിക്കുന്നത്? പുറത്തുണ്ട് സർ. പോയെടുത്തോണ്ടോ സർ. ഞാൻ പറയുന്ന കേക്ക്. എന്റെ കുടുംബം പോലെ കാണുന്ന സ്ഥലമാണ് സാറേ അത്. ഞാൻ അവിടുന്ന് ഒരിക്കലും പോയിട്ടില്ല. സൂര്യന്റെ സഹോദരനാ സാർ. അവര് ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല. ഒരു കാര്യം. സർ. നിന്റെ ഭാര്യ വിളിക്കടാ. എന്നിട്ട് ഫോൺ സ്പീക്കറിലിട്. വിളിക്കേ, ഇതോ സാർ. വിളിക്കാങ്ങോട്ട്. നന്ദിനി, വിവേക വിളിക്കുന്നേ. അവര് വിവേകിനെ വിട്ടുന്നാ തോന്നുന്നേ. ആരതി ഫോൺ എടുക്ക. വിവേക് ഇപ്പൊ എവിടെയാന്ന് ചോദിക്കേ. ഫോൺ സ്പീക്കറിലിട. ഹലോ. ഇവരെന്നെ തല്ലി ചതയ്ക്കാൻ. ഞാൻ പറഞ്ഞിട്ട് ഇവരെ വിശ്വസിക്കുന്നില്ല. അയ്യോ വിവേക്. സാർ, വിവേക് തെറ്റൊന്നും ചെയ്തിട്ടില്ല സാർ. വിവേകിനെ തല്ലല്ലേ സാർ. ആരതി, ആരതി. സാർ, പറയടാ, എത്ര കാലമായി ഈ സ്ഥാപനത്തിൽ നിന്ന് മോഷ്ടിക്കാൻ തുടങ്ങിയിട്ട്? ഇതുവരെ നീ എത്ര പൈസ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്? പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഇട്ട് നിന്നെ കൊല്ലും ഞാൻ. പറയടാ. അയ്യോ സാർ, വിവേകിനെ ഉപദ്രവിക്കില്ലേ സാർ. ആരതി. പറ. അവന്റെ ആരതി. ആരതി. കോടതിയിൽ ഹാജരാക്കി നിനക്ക് ശിക്ഷ വാങ്ങി തരുന്നൊക്കെ പിന്നെ. പക്ഷെ അതിനു മുമ്പ് നിന്നെ എവിടെയിട്ട് സത്യം പറയണം എനിക്ക്. അല്ലെങ്കിൽ നിന്നെ സെല്ലിലിട്ട് കൊന്ന് ഇവിടെ കെട്ടിത്തൂക്കും ഞാൻ. ഇടിച്ച് പരിപ്പിളക്കണോ എന്നെ? വീട്ടിലെ നന്ദിനി. ആരതി, നമ്മൾ എന്ത് ചെയ്യും? നന്ദിനി, എന്റെ വിവേകിനെ അവര് കൊല്ലും. സാറേ. എടാ, പറ ചാകുണ്ടെങ്കിൽ ആരതി.